സാധാരണ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യാൻ വരെ പറ്റുള്ളൂ അല്ലേ? അതിന്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. അതിന് വേണമെങ്കിൽ സെഗ്മെന്റ്സ് കൊടുക്കാം. അതായത് ഇതിന്റെ മോഡിഫൈൽ വന്നിട്ടുണ്ടെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോൾ ഔട്ട് മാത്രമേ അതിൽ കാണുന്നുള്ളൂ. അതേസമയം ഈ ഒബ്ജക്റ്റിനെ എനിക്ക് ഇനി ബോക്സ് ആയിട്ട് വേണ്ട, എനിക്ക് എങ്ങനെയും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനെ സെലക്ട് ചെയ്യുക. ഒന്നെങ്കിൽ വ്യൂ പോർട്ടിൽ നിന്ന് തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മളെ ഈ ലിസ്റ്റ് വെക്കുന്നില്ലേ, മോഡിഫൈന്റെ ഒബ്ജക്റ്റിന്റെ ലിസ്റ്റുകൾ ആഡ് ചെയ്ത് വെക്കുന്ന ഭാഗത്ത് ബോക്സ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആണ് ഇപ്പൊ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റിനെ അവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അവിടെ എഡിറ്റബിൾ പോലെ. ഓക്കെ, ഒന്നെങ്കിൽ അവിടെ, അതായത് അല്ലെങ്കിൽ വ്യൂ പോർട്ടിന് അത് തന്നെ സെലക്ട് ഒബ്ജക്റ്റ് റൈറ്റ് ക്ലിക്ക് കൺവേർട്ട് എഡിറ്റബിൾ പോലെ. ഏതാണോ എളുപ്പം ചെയ്യാം. ഒബ്ജക്റ്റിനെ സെലക്ട് ഒബ്ജക്റ്റ് റൈറ്റ് ക്ലിക്ക് കൺവേർട്ട് ടു എഡിറ്റബിൾ പോലെ. നോട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിനെ എഡിറ്റബിൾ പോലെ ആക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇനി ബോക്സ് എന്ന് പറഞ്ഞിട്ടാണല്ലോ മോഡിഫിക്കേഷനിലുള്ളത്. ആണോ? അല്ല, എഡിറ്റബിൾ പോളി എന്ന് പറഞ്ഞിട്ടല്ലേ. ഓക്കെ, എഡിറ്റബിൾ പോളി. അപ്പൊ ആ എഡിറ്റബിൾ പോളി എന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പ്ലസ് ബട്ടൺ കാണാം. ആ ഒരു ഇതിനെ മാക്സിമൈസ് ചെയ്ത് വെച്ചാൽ, അതിനെ എക്സ്പാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അണ്ടറിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട് ഇല്ലേ? വെർട്ടെക്സ്, എഡ്ജ്, ബോർഡർ, പോളിഗൺ, എലമെന്റ്. ഇങ്ങനെ ഒരു ഓപ്ഷന്റെ അണ്ടറിൽ വരുന്ന ഓപ്ഷനെ പറയുന്നതാണ് സബ് ഒബ്ജക്റ്റ് കാറ്റഗറി. സബ് ഒബ്ജക്റ്റ് കാറ്റഗറി. ഇന്നലെ നമ്മൾ ഈ ബെൻഡ് ഒക്കെ എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിസ്മോ സബ് ഒബ്ജക്റ്റ് കാറ്റഗറി. അതായത് ബെൻഡിന്റെ ഉള്ളിൽ വരുന്ന ഓപ്ഷൻ ആയിരുന്നു ജിസ്മോ. ഇപ്പൊ FFD എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺട്രോൾ പോയിന്റ്സ് അഥവാ ലാറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സബ് ഒബ്ജക്റ്റ് കാറ്റഗറി. കാരണം അതൊക്കെ ഒരു ഓപ്ഷന്റെ ഉള്ളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ എഡിറ്റബിൾ പോളി എന്ന ഓപ്ഷന്റെ ഉള്ളിൽ വരുന്നതാണ് ഇത്രയും സബ് ഒബ്ജക്റ്റ് കാറ്റഗറി. വെർട്ടെക്സ്, എഡ്ജ്, ബോർഡർ, പോളിഗൺ, എലമെന്റ്. അപ്പൊ ഈ ഒരു എഡിറ്റബിൾ പോളി ആക്കിയപ്പോ തന്നെ കാണാം ഇവിടെ താഴെ ഓപ്ഷൻസ്, ഇവിടെ റോൾ ഔട്ട്സ് കുറെ മാറിയിട്ടുണ്ട്. അതെ, റോൾ ഔട്ട് കുറെ മാറി. സെലക്ഷൻ റോൾ ഔട്ട്, സോഫ്റ്റ് സെലക്ഷൻ റോൾ ഔട്ട്, എഡിറ്റ്, ജിയോമെട്രി റോൾ ഔട്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വീണ്ടും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണാം. ഓക്കെ, അത് നമുക്ക് ഓരോന്നോരോന്ന് പറയാം. അതിന് മുമ്പേ എഡിറ്റബിൾ പോളിന്റെ അകത്തുള്ള ഈ എന്താണ് സബ് ഒബ്ജക്റ്റ് കാറ്റഗറിയിൽ നോക്കാം. വെർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടെക്സ് സബ് ഒബ്ജക്റ്റ് കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ഈ ബോക്സ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം കോർണറിൽ കുറെ പോയിന്റ്സ്. കോർണറുകളിൽ കുറെ പോയിന്റ്സ് പോലെ കാണുന്നില്ലേ? ഇതാണ് വെർട്ടെക്സ്. ഒരു ഒബ്ജക്റ്റിന്റെ അടുത്ത് എവിടെയെങ്കിലും ജസ്റ്റ് ഇന്റർസെക്ഷനോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്തൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ എന്തുണ്ട് ഇതുപോലെ പോയിന്റ്സ് ഉണ്ടോ? ഇപ്പൊ ഇതിലൊരു സെഗ്മെന്റ് കൂടി ഉണ്ടെങ്കിൽ ഇവിടെയും കുറെ പോയിന്റ്സ് വന്നേനെ അല്ലെ? ഈ പോയിന്റ്സിനെ പറയുന്ന പേരാണ് വെർട്ടെക്സ്. അപ്പൊ ഈ വെർട്ടെക്സ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, മൂവ് ചെയ്തൊക്കെ വെക്കാം. വെർട്ടെക്സിനെ സെലക്ട് ചെയ്യാം, ആ വെർട്ടെക്സിനെ വേണമെങ്കിൽ നീക്കി വെക്കാം. നീക്കി വെച്ചപ്പോഴത്തേക്ക് ആ ബോക്സിന്റെ ഷേപ്പ് മാറി. രണ്ട് വെർട്ടെക്സിനെ സെലക്ട് ചെയ്തതാ, അതിനെ വേണമെങ്കിൽ ഇങ്ങനെ നീക്കി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് അങ്ങനെ മാറി. ഇനി ഈ ബോക്സിനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് കുറച്ചും കൂടി സൈസ് കുറച്ചു. ഇതിന്റെ നടുവില് ഇപ്പൊ ഇതിന് കട്ടിങ് ഒന്നും ഇല്ല, ജസ്റ്റ് ഞാനൊരു കട്ടിങ് വെക്കുന്നുണ്ട്. അല്ലേ? ഇവിടെ ഒരു കട്ടിങ് വെച്ചു. കട്ടിങ് വെച്ചതിന് ശേഷം ഈ രണ്ട് വെർട്ടെക്സിനെയും സെലക്ട് ചെയ്ത് ഇവിടെ ഉള്ള രണ്ട് വെർട്ടെക്സിനെയും സെലക്ട് ചെയ്തു. എന്നിട്ട് ഇതിനെ മെല്ലെ പൊക്കി കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് പല രീതിയിൽ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് എഡിറ്റബിൾ പോലെ. അതിന്റെ വെർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ്സ് ആണ്. എവിടേക്കാണ് നമ്മൾ പോയിന്റ്സ് കൊണ്ട് എവിടേക്കാണോ കട്ട് ചെയ്യുന്നത്, ഇന്റർസെക്ഷൻസ് വരുന്നത്, അവിടെയൊക്കെ എന്തുണ്ടാവും, പോയിന്റ്സ് ഉണ്ടാവും. അതാണ് വെർട്ടെക്സ്. നെക്സ്റ്റ് വൺ എഡ്ജ്. എഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിന്റെ എഡ്ജുകൾ, ഇതൊരു എഡ്ജ് ആണ്. ഇനി ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എഡ്ജ് ഉണ്ടായാണ് അല്ലെ? ഇതാണ് എഡ്ജ്. ആ എഡ്ജിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചേഞ്ച് ചെയ്ത് മൂവ് ചെയ്തൊക്കെ കൊടുക്കാം. നമുക്കിതില് ഈ കട്ടിങ്സ് വരുത്തണമെങ്കിൽ ലൈൻസ് എടുത്തിട്ട് 2D ഷേപ്പ് എടുത്തിട്ടാണ് വരയ്ക്കുക? ഇങ്ങനെ
നമ്മളിതില് ലൈൻസ് കട്ടിങ്സ് സെഗ്മെന്റ്സ് നമ്മൾ ഉണ്ടാക്കുന്നില്ലേ, പാർട്ടീഷൻസ് പോലെയൊക്കെ. അതൊക്കെ ഈ എഡ്ജിന്റെ ഉള്ളിൽ വരുന്ന ഓപ്ഷൻസ് ആണ്. എഡ്ജ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അതെനിക്കിങ്ങനെ അതൊക്കെ നമുക്ക് ഇനി പഠിക്കാൻ വരുന്നേള്ളൂ. ഇപ്പൊ കുറെ കട്ടിങ്സ് ആയിട്ട് കൊടുത്തു. അതിനെ വേണമെങ്കിൽ അതിൻ്റെതായ കുറെ എഡിറ്റുകൾ വീണ്ടും ചെയ്ത് വെക്കുക. അതിൻ്റെ ഉള്ളിൽ കുറച്ച് കട്ടിങ് പോലെ. ആ ഒരു ബോക്സേ അല്ല ഇപ്പൊ. അതിനൊക്കെ നമുക്ക് പല രീതിയിൽ ചേഞ്ച് ചെയ്യാം. പക്ഷെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഞാൻ താഴെ ഓരോ റോൾ ഔട്ട് ആയിട്ട് പറയാം. ഇപ്പൊ എഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡ്സിലൊക്കെ കാണുന്ന ഈ വക്ക് പോലുള്ള ഈ സംഭവം, അല്ലെങ്കിൽ സെഗ്മെന്റ്സ് ഒക്കെ വരുന്നതാ. ഇതിന്റെ ഉള്ളിലേക്കൊക്കെ എഡ്ജ് ഉണ്ട്. ഓക്കെ, അതാണ് എഡ്ജ്. നെക്സ്റ്റ് ബോർഡർ. ബോർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത ബോർഡർ കിട്ടൂല. കാരണം ഇതിനിപ്പോ ബോർഡർ ഇല്ല. ബോർഡർ വേണമെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു പോളിഗൺ എന്തെങ്കിലും സാധനം ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ ഓപ്പൺ ആയിട്ടല്ലേ അല്ലേ? ഇതാണ് അതിന്റെ ബോർഡർ. അതൊരു ബോർഡർ ആണ്. ക്ലോസ്ഡ് ഫേസിന് ബോർഡർ ഉണ്ടാവില്ല അല്ലേ? ഇല്ല, ക്ലോസ്ഡ് ഫേസിന് ബോർഡർ ഉണ്ടാവില്ല. ഓപ്പൺ ആയിട്ടുള്ള ഫേസിനെ ബോർഡർ ഉണ്ടാവുള്ളൂ. ഓക്കെ, ബോർഡർ. പിന്നെ വരുന്നത് പോളിഗൺ. പോളിഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസുകളാണ്. ഇതൊരു ഫേസ് ആണ്, ഇതൊരു ഫേസ് ആണ്. അങ്ങനെ ക്ലോസ് ചെയ്തല്ല, അങ്ങനെ ഓരോരായിട്ട് വരുന്ന ഇതൊക്കെയാണ് ഫേസ്. അതാണ് പോളിഗൺ. ദെൻ എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഒരു സിംഗിൾ എലമെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് സബ് ഒബ്ജക്റ്റീവ് കാറ്റഗറീസ്. ഇനി ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പൊ വെർട്ടെക്സ് എന്ന് എടുത്തു കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു ഒന്ന് രണ്ട് അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ റോൾ ഔട്ട്സ് ഇങ്ങനെ എക്സ്ട്രാ വന്നിട്ടുണ്ടാവും. അതിൽ നമുക്ക് എഡിറ്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ വെർട്ടെക്സിനെ എഡിറ്റ് ചെയ്യാനുള്ള കുറെ ഓപ്ഷൻസ് ആയിരിക്കും അതിനുള്ളിൽ ഉണ്ടാവുക. അവിടുന്ന് ജസ്റ്റ് അതിനെ മാക്സിമൈസ് ചെയ്ത വെർട്ടെക്സുകളെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതുപോലെ എഡ്ജ് ആണ് എടുക്കുന്നതെന്ന് വെച്ചാൽ എഡിറ്റ് എഡ്ജസ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. ബോർഡർ ആണ് എടുക്കുന്നത് വെച്ചാൽ എഡിറ്റ് ബോർഡേഴ്സ് എന്നാണ് വരിക. പോളിഗൺ എടുക്കുന്ന സമയത്ത് എഡിറ്റ് പോളിഗൺ, എഡിറ്റ് പോളിഗൺസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. എലമെന്റ് എടുക്കുമ്പോൾ എഡിറ്റ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോരോ സബ് ഒബ്ജക്റ്റ് കാറ്റഗറി എടുക്കുന്ന സമയത്തും അതിന്റെ ഓരോന്നിന് ഓരോരോ റോൾ ഔട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് സബ് ഒബ്ജക്റ്റ് കാറ്റഗറി എന്ന് ക്ലിയർ ആണെങ്കിൽ അടുത്ത ഫസ്റ്റ് റോൾ ഔട്ട്, ഒരു ഓപ്ഷനും എടുത്തിട്ടില്ലെങ്കിലും നമുക്ക് കാണുന്ന ഫസ്റ്റ് റോൾ ഔട്ട് ആണ് സെലക്ഷൻ റോൾ ഔട്ട്. നമ്മൾ മേലെ വരുന്ന വെർട്ടെക്സ് സെലക്ട് ചെയ്യുന്നുണ്ട്, എഡ്ജ് സെലക്ട് ചെയ്യുന്നുണ്ട്, ബോർഡർ സെലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ താഴെ സെലക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറെ പോയിന്റ്സ് ആയിട്ട് കാണില്ലേ, കുറെ സിമ്പിൾസ് പോലെ. അതെ, ഈ ഓപ്ഷൻ തന്നെയാണ് താഴെ ഉള്ളത്. ഈ പോയിന്റ്സ് പോലെയുള്ളത് വെർട്ടെക്സ് ആണ്. ഈ ട്രയാങ്കുലർ ഷേപ്പിലുള്ളതിന് എഡ്ജ് ആണ്. ഈ ഒരു ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബോർഡർ പോലെ കാണുന്നതാണ് ബോർഡർ. അപ്പൊ സെലക്ട് ചെയ്ത ബോർഡർ ഉണ്ടാവില്ല, കാരണം നമ്മൾ എല്ലാ ഭാഗവും ക്ലോസ് ചെയ്ത്. ദെൻ പോളിഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് ആണ്. ദെൻ ഇതാണെങ്കിൽ എലമെന്റ് ആണ്. അതൊക്കെ സിമ്പിൾസ് വെച്ചിട്ട് അതിൻ്റെതായ സിമ്പിൾസ് വെച്ചിട്ടാണ്. അതിപ്പോ സെലക്ഷനിൽ പോയിട്ട് വേണമെങ്കിലും, സെലക്ഷൻ റോൾ ഔട്ടിൽ വന്നിട്ട് വേണമെങ്കിലും സബ് ഒബ്ജക്റ്റീവ് കാറ്റഗറീസിനെ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ എഡിറ്റബിൾ പോളി എന്ന മേലത്തെ ഓപ്ഷൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഏതാണോ എളുപ്പം ചില ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇനി സെലക്ഷൻ ജസ്റ്റ് റോൾ ഔട്ട് തന്നെ എവിടെയെങ്കിലും മാർക്ക് ചെയ്തൊക്കെ എഡിറ്റബിൾ പോളിന് കൊടുത്തിട്ട് ഫസ്റ്റിലത്തെ റോൾ ഔട്ട് നമ്മൾ എടുത്തതാണ് സെലക്ഷൻ റോൾ ഔട്ട്. സെലക്ഷൻ റോൾ ഔട്ടിന്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ വെർട്ടെക്സ്, എഡ്ജ്, ബോർഡർ, പോളിഗൺ, എലമെന്റ് എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം. സബ് ഒബ്ജക്റ്റ് കാറ്റഗറികളെ സെലക്ട് ചെയ്യാം. അതിന് തൊട്ടതായ ബൈ വെർട്ടെക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ഞാൻ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മൊത്തമായിരിക്കും എടുക്കുന്നുണ്ടാവുക. 3ds Max എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ടോപ്പിക്കും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആവശ്യം വരുന്ന ടോപ്പിക്സ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, സെലക്ഷൻ റോൾ ഔട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് തന്നെ ഓപ്ഷൻ കാണാം ബൈ വെർട്ടെക്സ്. ഈ പോളിഗൺ എടുക്കുന്ന സമയത്ത് ബൈ വെർട്ടെക്സ് എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വിചാരിക്കുക. ഞാൻ ഇവിടെ ഈ ഒരു വെർട്ടെക്സിൽ ഈ കോർണറിലുള്ള വെർട്ടെക്സ് ഇപ്പൊ പോളിഗൺ എടുത്തിട്ട് നമുക്ക് വെർട്ടെക്സ് സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഫേസ് ആണ് സെലക്ട് ചെയ്യുക. അപ്പൊ പിന്നെ എന്തിനാ ബൈ പോളിഗൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബൈ വെർട്ടെക്സ് എന്നൊരു ഓപ്ഷൻ വന്നത്? അതായത് ഈ ഒരു വെർട്ടെക്സ് ഇവിടെ ശരിക്കും ഒരു വെർട്ടെക്സ് ഉണ്ട് നമുക്കറിയാം. ഈ കോർണറിൽ ഒരു വെർട്ടെക്സ് ഉണ്ട്. ആ വെർട്ടെക്സ് നമ്മൾ പിക്ക് ചെയ്യാന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ 3 ഭാഗത്തേക്ക് ചുറ്റുള്ള പോളിഗൺസ് ഇപ്പൊ സെലക്ട് ആയിട്ടുണ്ടാവും.
ഇനി എഡ്ജ് എടുത്തിട്ടാണ് ബൈ വെർട്ടെക്സ് ഓൺ ആണെങ്കിൽ ഇതാ ഇവിടുന്ന് ജസ്റ്റ് ഈ കോർണറിലുള്ള വെർട്ടെക്സ് എടുക്കാൻ നോക്കിയാൽ 3 എഡ്ജുകളും സെലക്ട് ആയിട്ടുണ്ട്. അതെ അതെ ചേർന്ന് എടുക്കുന്ന സെലക്ട്. ഓക്കെ, അത് ബൈ വെർട്ടെക്സ് ഓഫ് ആണെങ്കിലോ? ഇപ്പൊ പോളിഗൺ എടുത്തിട്ട് ബൈ വെർട്ടെക്സ് എന്ന ഓപ്ഷൻ ഓഫ് ആണ്. ജസ്റ്റ് ഞാൻ ഇവിടെ കോർണറിൽ വന്നിട്ട് ഇതുപോലെ സെലക്ട് ചെയ്യാൻ നോക്കി. എവിടെയാണോ ക്ലിക്ക് ആവുന്നത് അവിടെ അതെ, ഏത് ഭാഗത്തേക്കുള്ള സ്പേസിലാണോ കൂടുതൽ വരുന്നത് അത് മാത്രമേ സെലക്ട് ആവുള്ളൂ. അപ്പൊ അതിനുള്ള ഓപ്ഷൻ ആണ് ബൈ വെർട്ടെക്സ്. വെർട്ടെക്സിനോട് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന പോളിഗൺസിനെ അല്ലെങ്കിൽ എഡ്ജുകളെ ഒറ്റയടിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈ വെർട്ടെക്സ് എന്ന ഓപ്ഷൻ ഓൺ ആക്കി വെക്കുന്നത്. ഒരു വെർട്ടെക്സ് കാണിക്കുമ്പോൾ അതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാക്കി എന്താണോ നമ്മൾ അതിൽ സബ് ഒബ്ജക്റ്റ് കാറ്റഗറി ആയിട്ട് എടുത്തു വെക്കുന്നത് അത്. വെർട്ടെക്സ് എടുക്കുന്ന സമയത്ത് ബൈ വെർട്ടെക്സ് എന്ന ഓപ്ഷൻ നമുക്ക് ഓൺ ആക്കാൻ പറ്റുമോ? ഓൺ ആക്കാൻ പറ്റൂല. കാരണം വെർട്ടെക്സ് എടുക്കുമ്പോൾ വെർട്ടെക്സ് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റൂ. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് വേറെ വെർട്ടെക്സ് ഇല്ല. അതിനെ അറ്റാച്ച് ചെയ്യുന്നത് ഫേസുകൾ അല്ലെങ്കിൽ എഡ്ജുകൾ അല്ലെങ്കിൽ ബോർഡറുകളാണ്. അപ്പൊ അത് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്തത് ഇഗ്നോർ ബാക്ക് ഫേസിംഗ് എന്ന ഓപ്ഷൻ ആണ്. ഇഗ്നോർ ബാക്ക് ഫേസിംഗ്. ഈ ഇഗ്നോർ ബാക്ക് ഫേസിംഗ് നമുക്ക് ഏതെടുക്കുന്ന സമയത്തും കാണുക. എന്ത് ഓപ്ഷൻ എടുത്താലും അവിടെ ഇഗ്നോർ ബാക്ക് ഫേസിംഗ് എന്ന ഓപ്ഷൻ. അപ്പൊ അത് എന്താന്ന് അറിയണമെങ്കിൽ ഞാൻ ഒരു ഒബ്ജക്റ്റും കൂടി ജസ്റ്റ് വരയ്ക്കാം. ഒരു സ്ഫിയർ വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ സ്ഫിയർ വരച്ചതിന് ശേഷം ഞാൻ ഇത് ടോപ്പ് വ്യൂ ആക്കി വെർട്ടെക്സിനെ മൊത്തം സെലക്ട് ചെയ്തു. നമ്മളിപ്പോ ശരിക്കും ഈ സ്ഫിയറിന്റെ മേലെ ഭാഗത്തേക്കുള്ള അപ്പർ സെമി ആയിട്ടുള്ള സ്ഫിയറിന്റെ എന്താ പറയാ, ഹെമിസ്ഫിയർ. അതെ, അപ്പറിലുള്ള ഹെമിസ്ഫിയറിന്റെ ശരിക്കും വെർട്ടെക്സ് ആണ് നമുക്ക് സെലക്ട് ആവേണ്ടത്. പക്ഷെ ഇതിപ്പോ നോക്കുമ്പോ കംപ്ലീറ്റ് സെലക്ട് ആയിട്ടുണ്ട്. ഫുൾ ഒബ്ജക്റ്റിന്റെ അതായത് അണ്ടറിലേക്കുള്ളത് മൊത്തം വന്നു. ഈ സമയം ഞാൻ വീണ്ടും ഇവിടെ ഇഗ്നോർ ബാക്ക് ഫേസിംഗ് എന്ന ഓപ്ഷൻ ഓൺ ആക്കിയതിനു ശേഷം അങ്ങനെ സെലക്ട് ചെയ്തു. നമ്മുടെ സ്ക്രീനിൽ വിസിബിൾ ആയിട്ടുള്ള കൺട്രോൾ പോയിന്റ്സ് മാത്രം നമ്മുടെ വെർട്ടെക്സ് മാത്രം സെലക്ട് ആവും. അതെ, വിസിബിൾ ആയിട്ടുള്ള കൺട്രോൾ പോയിന്റ്സ് മേലെ ഭാഗത്തുള്ള മാത്രമേ സെലക്ട് ആവുള്ളൂ. ഇത് എപ്പോഴാണ് നമുക്ക് ആവശ്യം വരാന്ന് ചോദിച്ചാല്, ഇതിപ്പോ നമ്മൾ ചിലപ്പോ വിൻഡോ മോഡലൊക്കെ ചെയ്യൂലേ, വിൻഡോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ തൽക്കാലം ഇപ്പൊ കുത്തനെ വരയ്ക്കുന്നില്ല. കാരണം ഇങ്ങനെയാ വരയ്ക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മോഡൽ നമുക്ക് ചെയ്തതിന് ശേഷം പിന്നെ വേണമെങ്കിൽ തല തിരിച്ചാൽ മതിയല്ലോ. ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു വെച്ചു. എന്നിട്ട് ഇതിനെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇതിനെ വിൻഡോ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇങ്ങനെ വരച്ചു. ദെൻ ജസ്റ്റ് പോളിഗൺ എടുത്തിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് സെലക്ഷൻ ഇടുമ്പോൾ എപ്പോഴും ക്യൂട്ട് വെക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഞാൻ നേരത്തെ മൂവിൽ നിൽക്കുമ്പോൾ കണ്ടില്ലേ, സെലക്ട് ചെയ്യാൻ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഒബ്ജക്റ്റ് മൂവ് ആയിപ്പോ. അപ്പോഴാണ് നമുക്ക് ഷോർട്ട് കീന്റെ ആവശ്യം വരിക. ക്യൂ എടുത്തിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതാ ബാക്കും കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫ്രണ്ട് മാത്രം കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു, ഇഗ്നോർ ബാക്ക് ഫേസിംഗ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും അവിടെ 2 ഭാഗം വേണം. ഇപ്പോഴത്തെ കേസിൽ 2 ഭാഗം വേണം. അതുകൊണ്ട് ഞാൻ ഫുള്ള് സെലക്ട് ചെയ്തു. അതിൽ പിന്നെ നമുക്ക് താഴെ പോയിട്ട് എന്താണോ ചെയ്യേണ്ട ഓപ്ഷൻസ് വെച്ചാല് പോയിട്ട് നോക്കാം. അതിനെ ബ്രിഡ്ജ് ചെയ്യുന്നു. ക്ലിയർ, ഒഴിവാക്കി ബ്രിഡ്ജ് ചെയ്തെടുത്തു. ദെൻ അതൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇനി ഓപ്ഷൻസ് പഠിക്കാൻ തന്നെയാണ്. ഒരു ഒബ്ജക്റ്റും കൂടി ജസ്റ്റ് വീണ്ടും ഇങ്ങനെ വരച്ചു വെച്ചു. കുറച്ചിങ്ങനെ ഉള്ളിൽ കയറ്റിട്ടാ. ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് ഫേസ് മാത്രം നമുക്ക് ഡിസൈൻ ചെയ്താൽ മതി എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഭാഗം ബാക്ക് അല്ല, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രണ്ടിൽ മാത്രം ഒരു ഡിസൈൻ ആയിട്ട് മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു കൺവേർട്ട് ചെയ്ത് എഡിറ്റബിൾ പോളി ആക്കിയതിനു ശേഷം പോളിഗൺ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇഗ്നോർ ബാക്ക് ഫേസിംഗ് ഒഴിവാക്കുക. സെലക്ട് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്തില്ല, ബാക്കിയുള്ള ഫേസ് ഒന്നും കിട്ടില്ല. ഈ ടോപ്പ് ഫേസ് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് അതിനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക.
അല്ലേ? അപ്പൊ അതിനെ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതില് നോക്കുന്ന സമയത്ത് ബാക്ക് ഫ്രണ്ടിലെ ഫേസ് എടുത്തോണ്ട് ഇതാ ഫ്രണ്ടിലെ ഫേസിനെ അവിടെ ബാക്ക് അതാ ഫ്ലാറ്റ് ആണ്. ഫ്ലാറ്റ് ആണ്. അപ്പൊ ക്ലിയർ ആണോ? യെസ്. ഇഗ്നോർ ബാക്ക് ഫേസിങ്. അപ്പൊ വേണമെങ്കിൽ കൊടുക്കുക ഇഗ്നോർ ബാക്ക് ഫേസിങ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ കാണുന്നത് മാത്രമേ കിട്ടുള്ളൂ. അത് അൺടിക്ക് ആണെങ്കിൽ ഫുൾ ആയിട്ട് ഒബ്ജക്റ്റ് ബാക്ക് ഫേസും കൂടി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ദെൻ ബൈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ വെച്ചിട്ട് വെക്കുക. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അധികവും 1, 2, 3 അങ്ങനെ പോയിട്ട് സെലക്ട് ചെയ്താൽ മതി. അങ്ങനെ ഉപയോഗിക്കാറില്ല. ആംഗിൾ ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ജസ്റ്റ് ഇപ്പൊ റൗണ്ട് ആയതുകൊണ്ട് ഫുൾ ഒറ്റയ്ക്ക് റൗണ്ട് ചെയ്തിട്ടേ കിട്ടുള്ളൂ. ബൈ ആംഗിൾ. അടുത്തത് ബൈ ആംഗിൾ ഒന്നും ഓപ്ഷൻസ് ഇല്ല. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഓഫ് ആണ്. അപ്പൊ ജസ്റ്റ് ഞാൻ ഇവിടുന്ന് ഒരു ഫേസ് സെലക്ട് ചെയ്തു. ഇവിടെ ഗ്രോ ആണ് വരുന്നത് വെച്ചാൽ ഫേസ് ഒന്നുമില്ല, വെർട്ടെക്സോ എന്തും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇതിൽ ഓൺ ആയിട്ടുള്ള ഏത് ഓപ്ഷനോ അതൊന്ന് ഗ്രോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെ സെലക്ട് ചെയ്ത് ആ ഒരു അവിടുന്ന് അതിന്റെ തൊട്ടടുത്തോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള എല്ലാം കൂടെ ഇങ്ങനെ ശരിക്കും സെലക്ഷൻ സെറ്റിലേക്ക് വരും. ഷ്രിങ്ക് എന്ന് പറഞ്ഞാൽ ആ സെലക്ഷൻ കുറഞ്ഞു വരും. സ്കെയിൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഗ്രോ. സ്കെയിൽ അല്ല, ഗ്രോ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ കൂടാ. സെലക്ഷന്റെ ഏരിയ ഗ്രോ ചെയ്യും. അതെ. അപ്പൊ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തിട്ട് അതിനെ ഒരു ഡിസൈൻ ആക്കി കൊടുക്കാൻ വെച്ചതാ. അല്ല, ഈ ഗ്രോ നമുക്ക് ഈ എല്ലാ സൈഡിലേക്കും ഈക്വൽ ആയിട്ട് നമ്മൾ കാണുന്ന പോലെ തന്നെ ഗ്രിഡ് ഓരോ ഗ്രിഡ് ആയിട്ട് ചുറ്റുഭാഗത്തുള്ളൊക്കെ സെലക്ട് ആയിട്ട് അങ്ങനെ പോകുന്നതാണ്. അതെ, ചുറ്റും. അതായത് ഇപ്പം ഇവിടെ കറക്റ്റ് നമ്മളിപ്പോ സെലക്ട് ചെയ്യുന്ന ഇതാണെങ്കിൽ അടുത്ത സെലക്ഷനിൽ ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ഭാഗം മൊത്തം സെലക്ട് ആവും. പിന്നെ അടുത്ത സെലക്ഷൻ വരുമ്പോഴത്തേക്ക് അതിനോട് തൊട്ടടുത്തുള്ള റോ ഫുള്ള് ഇതാവും. ഞാൻ ആ സെലക്ട് ചെയ്ത ഭാഗത്തിന് കുറച്ചൊന്ന് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വെച്ചാൽ ഓക്കെ. ദെൻ ഒരു വെർട്ടെക്സ് സംഭവങ്ങൾ സെലക്ട് ചെയ്തു. വെർട്ടെക്സ് സെലക്ട് ചെയ്തു. ഇനി ഈ വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് സെലക്ട് ചെയ്തപ്പോ ഒറ്റയടിക്ക് കാണുന്നത് അവിടെ വരെ സെലക്ട് ചെയ്തു അല്ലേ? വെർട്ടെക്സ് സെലക്ട് ചെയ്തു എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് സെലക്ട് ചെയ്തപ്പോ ആ ഒരു ലൈൻ അവിടെ വരെ ഫുള്ള് സെലക്ട് ആയി. ഈ ഷിഫ്റ്റ് ഒന്നേ നമ്മൾ ഇവിടെ കാണിച്ചു കൊടുക്കുന്നുള്ളൂ, പക്ഷെ അത് കണ്ടിന്യൂഷൻ ആയിട്ട് സെലക്ട് ആയിട്ട് വന്നു. ഷിഫ്റ്റ് ആണ് ഷിഫ്റ്റ്. അപ്പൊ അതുകൊണ്ടാണോ ആ ഒരു നമ്മളെ ആ ഒരു എഡ്ജിൽ മാത്രം സെലക്ട് ആവുന്ന? അതെ അതെ, ആ ഒരു ഷേപ്പിൽ ഇവിടെ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് എടുത്തോണ്ടാണ് ഇവിടെ മാത്രം സെലക്ട് ആയത്. ഇപ്പൊ ഞാൻ ഇവിടുത്തെ വെർട്ടെക്സ് ആണ് എടുക്കുന്നത് വെച്ചാല് അത് ഷിഫ്റ്റ് തൊട്ടിപ്പുറത്തായാൽ ആ റൗണ്ട് ഫുള്ള് അത് കംപ്ലീറ്റ് ആവുന്നവരെ സെലക്ട് ആവും. ഇത് വെർട്ടെക്സിന് മാത്രമല്ല, എഡ്ജ് എടുത്തിട്ടാണെങ്കിൽ അതേപോലെ തന്നെയാണ്. ജസ്റ്റ് ഇത് അവിടുന്ന് ഒരു എഡ്ജ് സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇപ്പുറത്തെ കൺട്രോൾ ആണ് എടുക്കുന്നത്. ഷിഫ്റ്റിന് ഇപ്പൊ തൽക്കാലം കിട്ടുന്നില്ല. ഇവിടുന്ന് വേണമെങ്കിൽ എനിക്ക് ലൂപ്പ് എന്നാണ് കൊടുത്താൽ മതി. അതേ ഓപ്ഷൻ തന്നെയാണ് ലൂപ്പ്. ഇതിപ്പോ ഓരോന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒറ്റയടിക്ക് ഇതിനെ ഇവിടെ 2 കോർണറിനെയും സെലക്ട് ചെയ്യാം. നേരെ പോയിട്ട് താഴെയുള്ള ഈ 2 കോർണറിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ലൂപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ചുറ്റും സെലക്ട് ചെയ്യും.
ജസ്റ്റ് ഒരു ഡോർ വെച്ച പോലെയല്ലേ ആ ശരി. അല്ലെ? അതെ. ആ ഒരു ഭാഗം അവിടെ ജസ്റ്റ് ഇങ്ങനെ എന്തോ വെച്ചിട്ട് അടച്ചു വെച്ച പോലെ. ഓക്കെ, ഇനി നമുക്ക് അതിൽ തന്നെ എഡ്ജിലേക്ക് വന്നിട്ട് ഇവിടെ ഗ്രോ ഷ്രിങ്ക് എന്ന് പറഞ്ഞത് ക്ലിയർ അല്ലേ? അതെ. ഇപ്പൊ ഇവിടുന്ന് ഒരു എഡ്ജ് എടുത്ത് വെച്ചാൽ ഗ്രോ കൊടുത്താൽ അതിനോട് അറ്റാച്ച് ആയിട്ട് ബാക്കിയുള്ള ഒക്കെ ഇങ്ങനെ ഇതാവും. ഷ്രിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞു വരും. ഇനി അതിൽ തന്നെ റിങ്, ലൂപ്പ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താല് ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്ന അതേ ഡയറക്ഷനിലേക്ക് കണ്ടിന്യൂ ചെയ്തു പോകുന്നത് ബാക്കി എല്ലാം സെലക്ട് ആവാനുള്ളതാണ് ലൂപ്പ്. ഇതാണ് ഒരു ലൂപ്പ്. ഇവിടെയാണ് സെലക്ട് ചെയ്തതെന്ന് വെച്ചാല് ഇത് രണ്ടാണ് സെലക്ട് ചെയ്താൽ ലൂപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതാ അല്ലെ, കണ്ടിന്യൂ ആയിട്ട് ആ ഒരു ലൂപ്പ്. ഓക്കെ, ഇതാണ് ലൂപ്പ്. ദെൻ റിങ് എന്നാണ് പറയുന്നത് വെച്ചാല് ഇപ്പൊ ഒന്നിനെ ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യാണ്, ഇവിടെ ഒന്നിനെ, എന്നിട്ട് റിങ് ആണ് കൊടുക്കുന്നത് വെച്ചാല് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ടൈപ്പ് ഉള്ളതല്ലേ പോണേ റിങ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈനാണ്. റിങ് റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ പറയാ, ഒരു റിങ്ങിന് പാരലൽ ആയിട്ട് വരുന്ന അടുത്ത ലൈൻസ്. ഓക്കെ, ഈ 4 ഓപ്ഷനും ക്ലിയർ അല്ലേ? അവിടെ നമുക്ക് അത്രയും ആവശ്യമുള്ളൂ. ഇത് സെലക്ട് ചെയ്തപ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് 32 എഡ്ജസ് ആണ് നമ്മളിപ്പോ സെലക്ട് ചെയ്തത്. നമ്പേഴ്സ് ഒക്കെ അവിടെ കാണിക്കും. ഇത് തന്നെയല്ല സെലക്ഷൻ. അതാണ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റോൾ ഔട്ട്. അത് ക്ലിയർ അല്ലേ? അടുത്ത ഓപ്ഷനിലേക്ക് പോവാം, സോഫ്റ്റ് സെലക്ഷൻ റോൾ ഔട്ട്. ഇപ്പൊ ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ ആണ് വരച്ചു വെച്ചത്. ഈ പ്ലെയിൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൺവേർട്ട് ചെയ്ത് എഡിറ്റബിൾ പോളി ആക്കി. ജസ്റ്റ് നമുക്ക് എന്തും വേണമെങ്കിലും ഇതുപോലെ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സെലക്ഷന്റെ അകത്ത് എഡ്ജോ വെർട്ടെക്സോ ഏത് ഓപ്ഷനും ഇട്ട് വെക്കാം സോഫ്റ്റ് സെലക്ഷനോ. അപ്പൊ ഞാൻ വെർട്ടെക്സ് ആണ് ഇട്ട് വെക്കുന്നത് വെച്ചാൽ അവിടുന്ന് ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്ത് സാധാരണ നമുക്ക് ശരിക്കും ഈ ഒരു ഒറ്റ വെർട്ടെക്സ് സെലക്ട് ആവുന്നുള്ളൂ അല്ലെ? എന്നിട്ട് ഈ ഒരു വെർട്ടെക്സിൽ നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അല്ലെ? ആ വെർട്ടെക്സ് അവിടെ നിന്ന് അങ്ങ് പോന്നു, അങ്ങനെയല്ലേ നിക്കാം? അപ്പൊ നമുക്ക് അങ്ങനെയല്ല, സോഫ്റ്റ് സെലക്ഷൻ ആണ്. ജസ്റ്റ് ഞാൻ ഒരു വെർട്ടെക്സിനെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് യൂസ് സോഫ്റ്റ് സെലക്ഷൻ എന്ന ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കി. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്താൽ അതിനെ റൗണ്ട് ചെയ്തിട്ട് കുറെ വെർട്ടെക്സും കൂടി അങ്ങനെ സെലക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് താഴെ ഫാൾ ഓഫ് എന്ന ഓപ്ഷൻ കൂട്ടിയാൽ ഇതിന്റെ ഏരിയ നമുക്ക് കൂട്ടിയെടുക്കാം. എന്തിനാ ഇങ്ങനെ ഒന്നിനോട് അറ്റാച്ച് ആയിട്ട് ബാക്കിയുള്ള സെലക്ട് ചെയ്യുന്ന വെച്ചാൽ എന്നിട്ട് ഇതിനൊന്ന് മൂവ് ചെയ്ത് നോക്കാം. ഇതിപ്പോ നേരത്തെ പോലെ പോയിന്റ് ആയിട്ട് അയക്കില്ല മൂവ് ആവാം. നമുക്ക് ഈ ഗാർഡൻ ഒക്കെ സർഫേസ് ഒക്കെ ഉണ്ടാക്കില്ലേ, അൺഈവൻ ഗ്രൗണ്ട് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചെയ്യാം. നമ്മുടെ സോഫയിലും നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്തോളൂ, കുഷൻസിലും ഒക്കെ എല്ലാം ചെറുതായിട്ട് ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു അൺഈവൻ സർഫസ് ആയി. അതിലും കുഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നോ രണ്ടോ എണ്ണോ ഒക്കെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എഡ്ജ് ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒരു എഡ്ജ് സെലക്ട് ചെയ്തു. ഞാൻ ആദ്യം യൂസ് സോഫ്റ്റ് സെലക്ഷൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ചെണ്ണം വരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ലൂപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ലൂപ്പ് സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ താഴെയുള്ള സോഫ്റ്റ് സെലക്ഷനിൽ വന്നിട്ട് സോഫ്റ്റ് സെലക്ഷൻ ഓൺ ആക്കിയതാ. ആ ഒരു ഭാഗം ഒറ്റയടിക്ക് അതേപോലെ പോകുന്നില്ലേ? ഒക്കെ ഇനി ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് വേണ്ട ഭാഗത്ത് മാത്രമായിട്ടൊക്കെ കൊടുക്കാം. ഇനി
ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഫാൾ ഓഫ് എന്ന് പറഞ്ഞ വാല്യൂ മാത്രമാണ് കൊടുത്തത്. ഫാൾ ഓഫ് എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏരിയ കൂട്ടാനുള്ളതാണ്. ഈ നമ്മൾ സെലക്ഷന്റെ റീജിയന്റെ ഏരിയ കൂട്ടിയെടുക്കണം. ഇനി വെർട്ടെക്സ് തന്നെ സെലക്ട് ചെയ്തു അല്ലെങ്കിൽ എഡ്ജോ സെലക്ട് ചെയ്തു. അടുത്ത ഫാൾ ഓഫിന്റെ താഴെയുള്ള പിച്ച് നമുക്ക് വേണമെങ്കിൽ ഏരിയ ഒന്ന് കുറയ്ക്കുക. ഇത്രയും വേണ്ട, കുറച്ച് ഏരിയ കുറച്ചെടുത്തു. എന്നിട്ട് ഇവിടുന്ന് പിച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻസിന്റെ അകത്ത് ഒന്ന് ഇങ്ങനെ നോക്കി, എന്തൊക്കെയോ മാറ്റം വന്നിട്ട് ഇതിനെ പൊക്കി വെക്കാം. എന്താ മാറ്റം? നേരത്തെ സ്മൂത്ത് ആയിട്ടല്ലേ വന്നിന്, ഇപ്പൊ ഇതോ കോണായിട്ടായി. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് പിഞ്ച്. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാ, കുറയ്ക്കാം. നമ്മുടെ പോയിന്റ് കുറയുന്നില്ല, പക്ഷെ പോയിന്റ് കുറയുന്നില്ല. ഈ നേരത്തെ ഉള്ളത് ഒരു റൗണ്ട് സർഫേസ് പോലെ, മേലെ കോർണർ ഒന്നും മേക്ക് ചെയ്യാത്ത ഒരു റൗണ്ട് സർഫേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിഞ്ച് കൂട്ടുന്ന സമയത്ത് നമ്മൾ മണലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കോണായിട്ടല്ലേ ഉണ്ടാവുക, ആ രീതിയിലാവും. അത് മൈനസ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാല് അത് കോൺ ആവുന്നതിനോട് കൂടി തന്നെ ഇവിടെ ഇങ്ങനെ കുഴിവും വരും. ഒന്നും വേണമെന്നില്ല. അടുത്തത് ബബിൾ ആണെന്ന് ഒന്ന് കൊടുത്തു നോക്കാം. അല്ലേ? അതൊരു ബബിൾ ഷേപ്പിലേ വരുള്ളൂ. ഇപ്പൊ അതൊന്നും വേണ്ട, ഒന്നും ഇല്ലാതെ ഈ ഒരു വെർട്ടെക്സിന് ബബിൾ എന്നുള്ളതാണ്. അത് കുഴിവ് വരണോ അല്ലെങ്കിൽ നേരെ തന്നെ വരണോ എന്നുള്ളതാണ് ഇവിടെ ബബിൾ വാല്യൂ. കൂട്ടുകയും ചെയ്യുക, കുറയ്ക്കുകയും ചെയ്യുക. ഒരു ഇറഗുലർ ആയിട്ടുള്ള സർഫേസ് പോലെ. ശരിക്കും ഇതൊരു പ്ലെയിൻ ആയിരുന്നു. ഇപ്പൊ ഗാർഡൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഒന്ന് രണ്ട് ഇങ്ങനെ വിട്ടിട്ട് എവിടെയാണോ പൊക്കേണ്ടത് ചില ഭാഗത്തേക്കുള്ള ഇതാക്കുക. യൂസ് സോഫ്റ്റ് സെലക്ഷൻ ഓൺ ആക്കി വെക്കുക. ജസ്റ്റ് ഇങ്ങനെ ഓൺ ആക്കുക. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു എഡ്ജോ മറ്റോ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഒരു ഭാഗത്തേക്കുള്ള ജസ്റ്റ് എഡ്ജിനെ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒറ്റയ്ക്ക് അതിനെ ലൂപ്പ് അങ്ങ് കൊടുക്കുക. സെലക്ഷൻ്റെ അകത്ത് വന്നിട്ട് ലൂപ്പ്. ഈ ലൂപ്പ് കാണാത്തത് എന്താ വെച്ചാൽ സോഫ്റ്റ് സെലക്ഷൻ ഓൺ ആക്കി വേണ്ട. റിംഗ് അല്ല, ഇപ്പൊ റിംഗ് കൊടുത്താൽ പാരലൽ ആയിട്ടുള്ളതൊക്കെ വരില്ലേ? നമ്മള് പെർപെൻഡിക്കുലർ വരും. ഞാൻ പാരലൽ അല്ല കൊടുത്ത്, ജസ്റ്റ് ഇങ്ങനെ ഒരൊറ്റ ലൈൻ ആയിട്ടുള്ളതാ കൊടുത്ത്. ഈ ലൈന് പോലുള്ള കൊടുത്തതിന് ശേഷമാണ് ഇവിടെ സോഫ്റ്റ് സെലക്ഷൻ ഓൺ ആക്കി. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഭാഗം ഒറ്റയടിക്ക് ഇതാവും. സോഫ്റ്റ് സെലക്ഷൻ ആക്കി ഇതുവരെ ഉള്ളത് പൊക്കി എടുക്കണം. ആ ഒരു ഗാർഡന്റെ ഭാഗം ചെരിഞ്ഞു കിട്ടും. പിന്നെ ഇവിടെ ഒരു ഫ്ലാറ്റ് സർഫേസ് ഉണ്ട്. ജസ്റ്റ് ഇവിടെ ഒരു കുഴിവ് പോലെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഏരിയ എത്രത്തോളം വേണമെന്ന് കാണിച്ചു കൊടുക്കുക. ബബിള് നന്നായിട്ട് കൂട്ടി വെച്ചതിന് ശേഷം അല്ലെ, ജസ്റ്റ് കോളങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വേണേൽ ഡിസൈൻ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ഇനി ഒരു ബോക്സ് എന്തെങ്കിലും വരച്ചിട്ട് വെറുതെ ഒരു വെള്ളം കൊടുത്തു കഴിഞ്ഞാലും ലാസ്റ്റ് നമുക്ക് റെൻഡർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. എനിക്കാണ് സ്വിമ്മിംഗ് പൂളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഓപ്പൺ ആയിട്ട് വരൂലേ, പൊക്കിയിട്ടല്ല, അത് കുറച്ച് താഴ്ത്തി.
താഴ്ത്തി കൊടുത്താൽ മതി. ഇതിന് ഓക്കെ. വാട്ടർ മെറ്റീരിയൽ കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിന്റെ അൺഈവൻ സർഫസ് കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് സെലക്ഷൻ വെച്ചിട്ട് തന്നെ കൊടുക്കാൻ ചെയ്യാം. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അതല്ലാതെ ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റിന് ഒരു അൺഈവൻ സർഫേസ് കൊടുക്കാൻ അതിന് അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്. അത് മോഡിഫയർ ആണ്. ഇന്നലെ ഇത് മോഡിഫയറിന്റെ ഭാഗത്ത് വേണമെങ്കിൽ നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ പറയുന്ന സമയത്ത് എഴുതാം. മോഡിഫയർ ലിസ്റ്റില് നോയ്സ് മോഡിഫയർ, അതിൽ തന്നെ അൺഈവൻ സർഫേസ് ഉണ്ട്. അപ്പൊ നോയ്സ് തന്നെ മോഡിഫയർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്രാക്ടൽ എന്ന ഓപ്ഷൻ ഓൺ ആക്കുക, അതിന്റെ വാല്യൂ കുറച്ച് കൂട്ടി കൊടുക്കുക, എന്നിട്ട് ഇവിടുന്ന് എക്സ് ആക്സിസിലേക്ക് കുറച്ചിങ്ങനെ ഒരു റെഗുലർ സർഫേസ് വേണം നിർത്താം, എക്സ് ആക്സിസിലേക്ക് മാത്രം മാറും. കാണുന്നുണ്ടോ? ഇതിപ്പോ ഞാന് ബോക്സ് അല്ല മാറ്റിയത്, ഈ ഒബ്ജക്റ്റിനെ തന്നെയാണ്. എക്സ് ആക്സിസിലേക്ക് ഒരു 1, വൈ ആക്സിസിലേക്ക് ഒരു 1 കൊടുത്താൽ രണ്ട് ഭാഗത്തേക്കും കൂടി എടുക്കാം. എന്നിട്ട് സെഡ് ആക്സിസിലേക്ക് കൊടുത്തു. ഇതിപ്പോ കൂടുതൽ കൊടുത്തിട്ടുണ്ട്, 5 ഉണ്ട്, അതുകൊണ്ടാണ് ചെറിയ വാല്യൂസ് കൊടുക്കാൻ. ഇതും കാണുന്ന സമയത്ത് ഓവർ ആണെങ്കിൽ റഫ്നെസ് കുറച്ച് ഇവിടുന്ന് അങ്ങനെ കുറയ്ക്കാം, ഒരു പോയിന്റ് ഒക്കെ മതി. റെഡി ആയോ? ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വാട്ടറിനും കൊടുക്കാം. നമുക്ക് ചോദിക്കുന്നുള്ളൂ, ചെയ്ത് കാണിക്കാൻ വേണ്ടിട്ടല്ല. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മള് ഓരോ സർഫസിനും വേണ്ട ഈ സർഫസ് മാപ്പ്, അതായത് സർഫസ് മാപ്പ് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു അൺഈവൻനെസ് ഡയറക്ട്ലി ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. വെള്ളത്തിന്റെ ഒന്ന് ഗ്രൗണ്ടിന്റെ അങ്ങനെയായിട്ട് അതിലേക്ക് ഇട്ടാല്. അത് മെറ്റീരിയൽ ആണ്, ഈ ഒബ്ജക്റ്റിനെ അല്ല ഡൗൺലോഡ് ചെയ്യുന്നത്, മെറ്റീരിയൽ ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് മെറ്റീരിയൽ ഈ ബമ്പും ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ ഒബ്ജക്ട്സിന് നമുക്ക് ഫിസിക്കലി നമുക്ക് അങ്ങനെ മോഡലിൽ അങ്ങനെ മാപ്പ് ഇങ്ങനെ ഇടാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. ഗ്രൗണ്ട് തന്നെ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ആണോ ചോദിക്കുന്നത്? അതായത് നമുക്ക് വേണ്ട ഒരു സ്കെച്ചപ്പിന്റെ അകത്ത് പിന്നെ ഈ എന്താ പറയാ, ഏതെങ്കിലും ടൂള് ജസ്റ്റ് അൺഈവൻ സർഫേസ് ഉണ്ടാക്കുന്ന ഒരു ടൂൾ ഇല്ലേ? മാപ്പ് ആണോ? സാൻഡ് ബോക്സ് ഉണ്ട്. സാൻഡ് ബോക്സ് അതല്ല ഉദ്ദേശിച്ചേ? അങ്ങനെയല്ല, നമ്മള് അതില് ഞാനീ പറഞ്ഞ ടൂള് സ്കെച്ചപ്പിലില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചാൽ നമുക്ക് ഇങ്ങനെ നമ്മൾ ഇരുന്ന് അൺഈവൻ ആക്കുന്നതിന് പകരം നമുക്ക് ഈ മെറ്റീരിയൽസിൽ ബമ്പും ഡിസ്പ്ലേസ്മെന്റും ഇടുന്ന പോലെ തന്നെ ഫിസിക്കൽ ഒബ്ജക്റ്റിൽ നമുക്ക് അങ്ങനെ കൊണ്ടുവന്ന് ഇടാൻ പറ്റുമോ? അതോ എളുപ്പം വേറൊരു ടെംപ്ലേറ്റ് ലൈബ്രറി ഡൗൺലോഡ് ആയിരിക്കും ഇടാൻ പറ്റൂല. കാരണം നമുക്ക് വേണ്ട ഒബ്ജക്റ്റ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഫോറസ്റ്റ് മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഗ്രൗണ്ടും ഫോറസ്റ്റ് ട്രീ അങ്ങനെയൊക്കെ വെറുതെ വെക്കാന്നല്ലാതെ ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാരും പ്ലഗിൻ ആണത്, അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, പിന്നെ നമ്മളിപ്പോ പറഞ്ഞോണ്ടിരുന്ന എഡിറ്റബിൾ പോളിയിലേക്കല്ലേ തിരിച്ചു പോവാം. അപ്പൊ അവിടുന്ന് വരെ സോഫ്റ്റ് സെലക്ഷൻ ഓക്കെ അല്ലേ? സോഫ്റ്റ് സെലക്ഷൻ അത്രേ ഉള്ളൂ, ഫോൾ ഓഫ്, ബബിള് അത്രേ ഉള്ളൂ. അതിൽ നമുക്ക് വേറെ ഓപ്ഷൻസിന്റെ ഒന്നും വേണ്ട. നെക്സ്റ്റിലേക്ക് വരാം. ഒരു ഒബ്ജക്റ്റിനെ വീണ്ടും വരച്ചു, കൺവേർട്ട് ചെയ്ത് എഡിറ്റബിൾ പോളി ആക്കി വെച്ചിട്ടുണ്ട്. മോഡിഫൈയിൽ വന്നു, സോഫ്റ്റ് സെലക്ഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്തത് എഡിറ്റ് ജിയോമെട്രി. അടുത്ത റോൾ ഔട്ട് ആണ് എഡിറ്റ് ജിയോമെട്രി. എഡിറ്റ് ജിയോമെട്രി നമ്മളിപ്പോ ഒരു ഓപ്ഷനും എടുത്തിട്ടില്ലെങ്കിലും എഡിറ്റ് ജിയോമെട്രി എന്ന് പറഞ്ഞ റോൾ ഔട്ട് കാണാം. ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് ഞാനിപ്പോ എഡ്ജ് ഒക്കെ സെലക്ട് ചെയ്താല് ഇതൊരൊറ്റ എഡ്ജ് അല്ലെ, ഒരു ബോക്സ് അല്ലേ, ഇപ്പൊ എവിടെയും കട്ടൊന്നും ചെയ്യാത്തൊരു ബോക്സ് ആണ്. എഡിറ്റ് ജിയോമെട്രിയിൽ വന്നിട്ട് ഇവിടെ നമുക്ക് ഈ ക്രിയേറ്റ് അറ്റാച്ച് ഒക്കെ വേണമെങ്കിൽ ക്രിയേറ്റ് വേണമെങ്കിൽ പറയാന്നുള്ളത് അതൊന്നും ഉപയോഗിക്കാറില്ല. ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ എഡ്ജ് അല്ല, ഒരു പോളിഗൺ ഒക്കെ എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന്
ഇത് ക്ലോസ് ആവുന്ന സമയത്ത് അതൊരു പോളിഗൺ ആയിട്ട് മാറും അല്ലെ? അതേ കളറിൽ അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കത് തൽക്കാലം വേണ്ടി വരില്ല. അത് പിന്നെ വെറുതെ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞേ ഉള്ളൂ. അതൊന്നും ആവശ്യമില്ല. കൊളാപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കുക എന്നുള്ളതാണ്. അതും ഇപ്പൊ ആവശ്യമില്ല. നമുക്ക് അതിന്റെ ഇപ്പൊ ഈ താഴെ കാണിച്ച ഏത് പേജിലും വരക്കാലോ അല്ലെ? നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളിപ്പോ ഉള്ള ഒബ്ജക്റ്റിന്റെ ഈ ഗ്രീൻ ഒബ്ജക്റ്റിന്റെ ഏത് പേജിലും വരക്കാലോ അല്ലെ? എവിടുന്ന് വേണ്ടി വരയ്ക്കാം. ഓക്കെ ഓക്കെ. എന്നിട്ട് അതൊരു ഒബ്ജക്ട് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യണമെങ്കിൽ എക്സ്ട്രൂഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ ശരി. ഓക്കെ. പക്ഷെ ഇത് വരയ്ക്കുമ്പോ എന്താ ഈ ഡയമെൻഷൻ എടുത്ത് വരയ്ക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനെ കൊണ്ട് വലിയ നോക്കണ്ട എന്നുള്ള രീതിയിൽ. മറ്റേത് നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ കട്ട് ചെയ്തിട്ടോ അതിന്റെ അളവ് മനസ്സിലാക്കിയിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാം. ചെയ്യാൻ പറ്റും. ഇതിപ്പോ വെറുതെ നമ്മള് ഏകദേശം എടുത്തിട്ട് വരയ്ക്കണം, അത്രേ. അപ്പൊ അതിനേക്കാട്ടിലും നല്ലത് എന്താന്ന് വെച്ചാല് അങ്ങനെ ഒരു സാധനം വരയ്ക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഒറ്റയടിക്കുന്ന വേറൊരു ഒബ്ജക്റ്റ് അവിടെ എടുത്ത് വരച്ച് വെച്ചേക്കാം, എവിടെയാണോ വേണ്ടത് വെച്ചാല്. അത് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ട സൈസുകൾ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. ഇനി ഇതും മറ്റേ ഒബ്ജക്റ്റും ഒന്നായിട്ട് മാറേണ്ടതായിരുന്നു എന്നുണ്ടെങ്കിൽ, ഈ ഒബ്ജക്റ്റിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ എഡിറ്റബിൾ പോളിനെ സെലക്ട് ചെയ്ത് അറ്റാച്ച് എന്ന ഓപ്ഷൻ ഇവിടത്തേക്കാണ്. അതെടുത്തിട്ട് അടുത്തന്നെ കാണിച്ചെടുത്താൽ അത് ഒരു സിംഗിൾ ആയി. പിന്നെ അതിന്റെ പിവറ്റ് ഒരൊറ്റ സിംഗിൾ പിവറ്റ് ആയിരിക്കും. അതെ, ഇതിനൊറ്റ സിംഗിൾ പിവറ്റ് ആയിരിക്കും. അത് ആദ്യത്തെ പിവറ്റിന്റെ അടുത്ത് തന്നെ ഉണ്ടാവാം. അപ്പൊ ഗ്രൂപ്പ് അല്ല, ഇത് അറ്റാച്ച് ആണ്, സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് മാറുക ചെയ്യുന്നത്. നേരത്തെ ഗ്രൂപ്പ് ചെയ്താലും അത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒറ്റയടിക്ക് ഗ്രൂപ്പ് അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ഒബ്ജക്റ്റ് ആയിട്ട് മാറും. പക്ഷെ ഇതിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാല് ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അതൊരു സിംഗിൾ ഒബ്ജക്റ്റ് ആയി, അത് ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇനി ഇതിപ്പോ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് പോയി ക്ലിക്ക് ചെയ്താൽ മതിയായിരുന്നു. എന്റെ കയ്യിൽ കുറെ എണ്ണുണ്ട് വിചാരിക്കാം. ഇതിനെല്ലാത്തിനെയും കൂടി അറ്റാച്ച് ചെയ്യണം. അപ്പൊ ഓരോന്നും അറ്റാച്ച് ചെയ്യാൻ കുറെ സമയം എടുക്കും അല്ലെ? അറ്റാച്ച് എടുത്ത് അടുത്തത് അറ്റാച്ച്, അടുത്ത അറ്റാച്ച്, ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ കുറെ സമയം എടുക്കൂല്ലേ? ഈ അറ്റാച്ചിന്റെ തന്നെ തൊട്ടിപ്പുറത്ത് ഒരു സെറ്റിംഗ്സ് ബട്ടൺ കാണുന്നുണ്ടോ? സെറ്റിംഗ്സ് അറ്റാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നെയിംസ് മൊത്തമായിട്ട് ഇവിടെ വരും. അതില് ഫുൾ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, അറ്റാച്ച് ചെയ്തെടുക്കാം. മോഡലിലുള്ള ഫുൾ ഒബ്ജക്ട്സ് വരും അതില്? ഫുള്ളും വരും. നമ്മുടെ ഷോർട്ട് കീ എച്ച് വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന അതെ, ആ ഒരു ഇതാണ് വരിക, ലിസ്റ്റ് ആണ് വരിക. പക്ഷെ എച്ച് അല്ല, ഇതിപ്പോ ഞാൻ ഒറ്റൊന്നും അറ്റാച്ച് ചെയ്തില്ല, ജസ്റ്റ് ഇവിടുന്ന് ഈ ഒരു അറ്റാച്ച് ലിസ്റ്റ് എച്ച് എടുത്തിട്ടുണ്ടെങ്കിലും ഇതിപ്പോ ഇങ്ങനെ സെലക്ട് ചെയ്യാന്നല്ലേ പറ്റുള്ളൂ. പക്ഷെ മറ്റേത് അതല്ല, അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടുന്ന് വരിക, ഏറ്റവും ടോപ്പിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഒന്നിനെ അങ്ങ് സെലക്ട് ചെയ്യാം. ഒറ്റയടിക്ക് എല്ലാം കൂടി കിട്ടണമെങ്കിൽ ഏറ്റവും ടോപ്പിലുള്ള ഒന്നിനെ പോയി സെലക്ട് ചെയ്യാം. ഇവിടെ ഏറ്റവും താഴേക്ക് വരിക, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഏറ്റവും താഴെയുള്ളത് സെലക്ട് ചെയ്യുക, അറ്റാച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒറ്റയടിക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പം അറ്റാച്ച് ആൻഡ് അറ്റാച്ച് മൾട്ടിപ്പിൾ, ആ രണ്ടു രീതിക്ക് അറ്റാച്ച്, അറ്റാച്ച് ലിസ്റ്റ്. വീണ്ടും അടുത്തൊരു ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിനെ മോഡിഫൈ ചെയ്യണം. പ്രത്യേകിച്ച് ഒന്നും എടുത്തില്ല, ജിയോമെട്രി റോളൗട്ട് തന്നെയാണ്. എഡിറ്റ് ജിയോമെട്രിയിൽ തന്നെ അറ്റാച്ച് കഴിഞ്ഞു. അടുത്തത് ഇതിനകത്ത് ഡിറ്റാച്ച് ഉണ്ട്. ഡിറ്റാച്ച് എന്ന് പറഞ്ഞാൽ എന്താ, അതിനകത്ത് അറ്റാച്ച് ചെയ്താൽ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ, തിരിച്ചു വരാൻ. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ എലമെന്റ് സബ് ഒബ്ജക്റ്റ് കാറ്റഗറി എടുത്തിട്ട് അതിനെ ഡിറ്റാച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പുറത്തേക്ക് വരും. 2-3 അറ്റാച്ച് ആയി പോയതിന് എലമെന്റോ പോളിഗണോ ഏതെങ്കിലും സബ് ഒബ്ജക്റ്റ് കാറ്റഗറി എടുത്തിട്ട് നമുക്ക് ഡിറ്റാച്ച് ചെയ്യേണ്ട ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യാം അതിനകത്ത് നിന്ന്. എന്നിട്ട് ഡിറ്റാച്ച് നോട്ട് അത് സെപ്പറേറ്റ് ആവും, സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും.
ഓക്കെ, അപ്പൊ നമ്മള് ഈ പറയുന്ന പോലെ ഫേസ് ആയിട്ടാണോ സെലക്ട് ചെയ്യേണ്ടത്, ഒബ്ജക്ട് എലമെന്റ് ആയിട്ട് തന്നെയാണോ സെലക്ട് ചെയ്യേണ്ടത്? എങ്ങനെ സെലക്ട് പോളിഗൺ ചെയ്യാം? ആയിട്ടാണോ അതോ? ഞാൻ വേണേ ഫേസ്, ഈ ഫേസ് ഇപ്പൊ ഇതൊരു 6 ഫേസുള്ള ഒബ്ജക്റ്റ് ആണ്. ഇതിന്റെ ഈ ഫേസ് എടുത്തു, ഡിറ്റാച്ച് നടത്തും. അപ്പൊ അതിന്റെ പിവറ്റ് ഒക്കെ വേറെ തന്നെ ആയിരിക്കും. അതെ, വേറെ ഇരിക്കും. ഇതൊന്ന്, ഇത് വേറെ ഒന്ന്. ഓക്കെ, ഡിറ്റാച്ച് ക്ലിയർ ആണോ? ദെൻ ഡിറ്റാച്ച് കഴിഞ്ഞാൽ താഴെ സ്ലൈസ് പ്ലെയിൻ ആണ് ഓപ്ഷൻ ആണ്. സ്ലൈസ് പ്ലെയിൻ ഓൺ ആക്കുക. സ്ലൈസ് പ്ലെയിൻ ഓൺ ആക്കണമെങ്കിൽ ഇതിപ്പോ ഇനാക്റ്റീവ് ആണ് ഇവിടെ അല്ലെ. സ്ലൈസ് പ്ലെയിൻ നമുക്കിപ്പോ കിട്ടുന്നില്ല. ഒന്നെങ്കിൽ പോളിഗണോ എലമെന്റോ ഏതെങ്കിലും ഒരു സബ് ഒബ്ജക്റ്റ് കാറ്റഗറി എടുത്തു കഴിഞ്ഞാല് സ്ലൈസ് പ്ലെയിൻ ആക്റ്റീവ്. ഒറ്റ മിനിറ്റ്, ഇതിനെ കട്ട് ചെയ്യുക തൽക്കാലം. ഇതിനെ 2 ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റണം. അപ്പൊ ഒബ്ജക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് 2 രീതിയിൽ സ്ലൈസ് ചെയ്യുമ്പോൾ ചെയ്യാം. രണ്ട് ഒബ്ജക്റ്റ് വരച്ചിട്ടുണ്ട്. അതിൽ ഒന്നിനെ ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ സ്ലൈസ് കിട്ടാൻ വേണ്ടിയിട്ട് എലമെന്റ് എടുത്തിട്ട് ഈ എലമെന്റിനെ കാണിച്ചെടുത്തു. എന്നിട്ട് ഞാൻ അതിനെ സ്ലൈസ് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഓൺ ആക്കി. ഇതിനകത്ത് ഒരു പ്ലെയിൻ വന്നപ്പോ കാണുന്നത് ഒരു യെല്ലോ കളറിലുള്ള നടുവിലായിട്ട്. എന്നിട്ട് ഈ സ്ലൈസ് പ്ലെയിൻ എടുത്താൽ ആ പ്ലെയിൻ വരികയെന്നേ ഉള്ളൂ. സ്ലൈസ് പ്ലെയിൻ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഒരു മാറ്റവും വരില്ല. ജസ്റ്റ് ആ സ്ലൈസ് പ്ലെയിൻ ഇങ്ങനെ വരും. ആ സ്ലൈസ് പ്ലെയിൻ നമുക്ക് വേണമെങ്കിൽ ഇനി ഇതാ റൊട്ടേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. കണ്ടോ? ഓക്കെ, ഞാൻ തൽക്കാലം അങ്ങനെ വെച്ചു. ദെൻ ഇതിന്റെ താഴെയുള്ള സ്ലൈസ് പ്ലെയിന്റെ താഴെയുള്ള സ്ലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ ഓൺ ആക്കി. ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇനി ഈ സ്ലൈസ് പ്ലെയിൻ മൂവ് ചെയ്ത് നോക്കിയാ കണ്ടോ, അവിടെ കട്ട് ആയില്ലേ? ഒരു എഡ്ജ് വന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ അതിന്റെ സ്ലൈസ് പ്ലെയിന് കുറച്ച് താഴോട്ടേക്ക് താഴ്ത്തി വെച്ചിട്ട് ഒന്നും കൂടി സ്ലൈസ് എന്നാണ് കൊടുത്തു. ഓക്കെ, മേലേക്ക് ആക്കി വെച്ചു. അവിടെ സ്ലൈസ്, അതായത് സ്ലൈസ് പ്ലെയിൻ ഓൺ ആക്കി കഴിഞ്ഞാൽ പ്ലെയിൻ വരും. സ്ലൈസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവിടെ അങ്ങനെ കട്ടാവും. ഓക്കെ, ഇനി അടുത്ത ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. അതിനെ ഇതേപോലെ തന്നെ സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എലമെന്റ് സബ് ഒബ്ജക്റ്റ് കാറ്റഗറി എടുത്ത് എലമെന്റിനെ സെലക്ട് ചെയ്യാം. സ്ലൈസ് പ്ലെയിൻ ഓൺ ആക്കി. പക്ഷെ സ്ലൈസ് പ്ലെയിൻ ഓൺ ആക്കിയപ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി ചെയ്തു. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ടിക്കും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പ്ലിറ്റ് ബട്ടൺ ടിക്ക് ചെയ്തു, എന്നിട്ട് സ്ലൈസ് കൊടുത്തു. ദെൻ ഇതിനെ നേരെ മേലോട്ടേക്ക് ഒന്ന് പൊക്കി സ്ലൈസ്. അപ്പോഴൊക്കെ ഈ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആണ്. സ്ലൈസ്. ഓക്കെ, എന്താ വ്യത്യാസം എന്ന് അറിയണ്ടേ? ഈ സ്പ്ലിറ്റ് ബട്ടൺ ടിക്ക് ചെയ്തതും ഇത് സ്പ്ലിറ്റ് ബട്ടൺ ടിക്ക് ചെയ്യാതെ ചെയ്തതും ഇത് സ്പ്ലിറ്റ് ബട്ടൺ ടിക്ക് ചെയ്ത് ചെയ്തതുമാണ്. നമുക്ക് എന്താ ആദ്യത്തെ സ്പ്ലിറ്റ് ബട്ടൺ ടിക്ക് ചെയ്യാത്തതിന്റെ എലമെന്റ് എടുത്തിട്ട് ഇതിനൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇതൊരു സിംഗിൾ എലമെന്റ് തന്നെയല്ലേ എപ്പോഴും. എന്നാലും സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആക്കിയതിന് ശേഷം അതിന്റെ എലമെന്റിനെ സെലക്ട് ചെയ്ത് നോക്കാം. ആണോ? ഓൾറെഡി സ്ലൈസ്ഡ് ആയിരിക്കണം നമ്മൾ. അതെ, അത് ഓൾറെഡി വേറെ വേറെ പാർട്ട് ആയിട്ടാണ്. പാർട്ട് ആയിട്ട് തന്നെയാണ്. പക്ഷെ അതേസമയം ഇവിടെ അങ്ങനെയല്ല വരുന്നത്. ഇവിടെ വരുമ്പോ ജസ്റ്റ് പോളിഗൺ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്യാം അല്ലെ. ഇങ്ങനെ വേണമെങ്കിൽ പോളിഗൺ ആയിട്ട് സെലക്ട് ചെയ്യാം. പക്ഷെ നീക്കി വെച്ചാൽ അത് കട്ട് ചെയ്ത് പോകുന്നില്ല. അവിടെ എക്സ്ട്രാ സെഗ്മെന്റ്സ് വന്നേ ഉള്ളൂ. അപ്പൊ സ്ലൈസ് ക്ലിയർ ആണോ? നമുക്കിപ്പോ ഈ സ്ലൈസ് പ്ലെയിൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലോ രൂപത്തിലൊക്കെ ആക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ടാവില്ലേ? സ്ലൈസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ സ്ലൈസ് ചെയ്യാലോ. ഒരു പ്ലെയിന് തന്നെ നമുക്കിപ്പോ ഒരു സിഗ്സാഗ് ഷേപ്പിൽ, ഒരു സെഡ് ഷേപ്പിൽ, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? കട്ട് ചെയ്തെടുക്കാനാ? ഇപ്പൊ ഈ സ്ലൈസ് പ്ലെയിൻ എന്ന് പറഞ്ഞത് ഒരു ഹൊറിസോണ്ടൽ സർഫസ് ആയിട്ടാണ് ഇപ്പൊ ഇതിൽ നമ്മള്, അല്ലെങ്കിൽ വെർട്ടിക്കൽ സർഫസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ആ ഒരു ഈവൻ സർഫസിന് പകരം നമുക്കിപ്പോ ഒരു സ്റ്റെപ്ഡ് ഷേപ്പ് പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനൊക്കെ ഉണ്ടാവും. ഈ സ്റ്റെപ്പ് പോലെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആണോ ഉദ്ദേശിച്ചത്? ഒരു ബോക്സ് പോലെ എടുത്തിട്ട് കട്ട് ചെയ്യുന്ന രീതിയിലാണ് ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്?
അത് നമുക്ക് ഒരു വാൾ അല്ലെങ്കിൽ എന്താ പറയാ ഒരു സ്ലൈസ് ചെയ്യണം നമുക്ക്. പക്ഷെ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തു, റൊട്ടേറ്റ് ചെയ്താൽ വെർട്ടിക്കൽ ആയിട്ട് വരും ഈ സ്ലൈസ് പ്ലെയിന്. പക്ഷെ നമുക്ക് ഒരു എന്താ പറയാ, നിങ്ങക്ക് ചെയ്യേണ്ട മോഡൽ എന്താന്ന് പറഞ്ഞാൽ മതി. എപ്പോഴേലും വരുമ്പോ കിട്ടുന്നില്ല, എപ്പോഴേലും അങ്ങനെ ആവശ്യം വരികയാണെന്ന് ഞാൻ ചോദിക്കാം. അപ്പൊ ഈ സ്റ്റെപ്പ് ഉണ്ടാക്കാനല്ലല്ലോ ഉദ്ദേശിച്ചത്? അല്ലല്ല, സ്റ്റെപ്പ് ഉണ്ടാക്കാൻ നമുക്ക് ബോക്സ് വെച്ചിട്ട് തന്നെ നമുക്ക് കോപ്പി ചെയ്തിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അതിന് കുറെ ഓപ്ഷൻസ് വേറെ ഇതിന്റെ ഉള്ളിൽ തന്നെ, ഒരൊറ്റ ഒബ്ജക്റ്റിനുള്ളിൽ തന്നെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ എനിക്ക് ഈ സ്റ്റെപ്പ് വെച്ച് കട്ട് ചെയ്യാൻ, ഇറഗുലർ ആയിട്ട് കട്ട് ചെയ്യാൻ ഒന്നും ഉദ്ദേശിച്ചാൽ മനസ്സിലായി. ഇതിന്റെ ഒരു പാർട്ടിനെ അപ്പൊ നമുക്ക് എടുത്തു മാറ്റാം എന്നുള്ളതാണ് സ്ലൈസ്. പക്ഷെ അതൊരു രണ്ട് പ്ലെയിൻ, ഒരു ഒബ്ജക്റ്റിനെ രണ്ടാക്കി മാറ്റാം, അങ്ങനെ പറയും സ്ലൈസ് എന്ന് പറഞ്ഞാല്. ഒരു പ്ലെയിനിന്റെ അപ്പുറത്തെ ഭാഗവും ഇപ്പുറത്തെ ഭാഗവും വെച്ചിട്ട് കട്ട് ചെയ്യണം. സ്ക്രീന് കാണുന്നില്ല, ഞാൻ സ്ക്രീനിൽ വരച്ച് കാണിച്ചു തന്നാ മതിയോ? സ്ക്രീനില, ഒറ്റ മിനിറ്റ്, സ്ക്രീന് അല്ല, ഷെയർ ചെയ്യാം. അതിന്റെ ആവശ്യമില്ല, ഞാൻ ഇത് സ്കെച്ച് ചെയ്തിട്ട് മറ്റേ സൂമിന്റെ ആപ്പിൽ നോക്കിയാൽ മതി. ഒരു മിനിറ്റ്. അപ്പൊ നമുക്കിപ്പോ കാണുന്നുണ്ടോ?